നമസ്കാരം. ഒരുപാട് അധിക്ഷേപത്തിനിടയ്ക്ക് പുകഴ്ത്തൽ വരുമ്പോൾ മാധ്യമങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാകും. വ്യക്തിപൂജയ്ക്ക് നിന്ന് കൊടുക്കുന്ന ആളല്ല താനെന്നും അധിക്ഷേപങ്ങൾക്കിടയിൽ കുറച്ച് പുകഴ്ത്തലാകാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സെക്രട്ടേറിയറ്റിലെ ഇടതു സംഘടന ഒരുക്കിയ സ്തുതിഗാനത്തെ പറ്റിയുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരുപാട് അധിക്ഷേപത്തിനിടയ്ക്ക് പുകഴ്ത്തൽ വരുമ്പോൾ മാധ്യമങ്ങൾക്ക് അത് അസ്വസ്ഥതയുളവാക്കും. എന്നാൽ വ്യക്തിപൂജയ്ക്ക് താൻ നിന്നു കൊടുക്കാറില്ല. സെക്രട്ടേറിയറ്റ് പരിസരത്ത് തൻ്റെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചെമ്പടയ്ക്കു കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയായി സമരധീര 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 സാരഥി പിണറായി വിജയൻ എന്ന് തുടങ്ങുന്ന ഗാനം പുറത്തായതോടെയാണ് വലിയ വിമർശനം ഉയരുന്നത്. സെക്രട്ടേറിയറ്റിലെ ഇടതു സംഘടനയുടെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ നാളത്തെ ഉദ്ഘാടന ചടങ്ങിലാണ് കാവലാൾ എന്നു പേരുള്ള സംഘഗാനം ആലപിച്ചത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 100 വനിതകളാണ് ഗാനം അവതരിപ്പിക്കുക. വരികളിൽ ഫുൾ പിണറായി സ്തുതി മാത്രം. ജ്വലിച്ച സൂര്യൻ, പടയ്ക്ക് മുന്നിലെ പടനായകൻ, ഫീനിക്സ് പക്ഷി, നാടിൻ കൈവിളക്ക്, അങ്ങനെ വാഴ്ത്താനുള്ള സകല വിശേഷണ പദങ്ങളും പാട്ടിൽ ആവോളമുണ്ട്. പൂവരണി നമ്പൂതിരിയുടെ കാരണഭൂതൻ തിരുവാതിരയോട് കട്ടയ്ക്ക് നിൽക്കും വിധത്തിലാണ് പൂവത്തൂർ ചിത്രസേനന്റെ വരികൾ. ധനമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരനാണ് ചിത്രസേനൻ. ഈണമിട്ടത് നിയമവകുപ്പിലെ ജീവനക്കാരൻ വിമലുമാണ്. ഫ്ലെക്സ് നിരോധിച്ച ഹൈക്കോടതി വിധി വെല്ലുവിളിച്ചായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പിണറായിയുടെ കൂറ്റൻ കട്ടൗട്ടും ഫ്ലെക്സും വെച്ചത്. വിവാദമായപ്പോൾ നഗരസഭാ ജീവനക്കാർ അതെല്ലാം കൊണ്ടുപോയി. അതിനു പിന്നാലെയാണ് സംഘഗാനവും പുറത്തു വരുന്നത്.